പടികൾ ഇറങ്ങി വന്ന വിവേക് അവളുടെ വാക്കുകൾ കേട്ട് അവിടെ തന്നെ നിന്നു. ചേച്ചി ഇപ്പൊ എന്താ വിളിച്ച്? തുളസി കണ്ണു വിടർത്തി അവളുടെ കയ്യിൽ പിടിച്ചു ചോദിച്ചപ്പോൾ ആദ്യം നാക്ക് കടിച്ച് അവളെ നോക്കി. സുഭദ്രയുടെ ചുണ്ടിൽ ചെറുചിരി വിടർന്നു. അത് ഉണ്ണിയേട്ടൻ. ആദ്യ വീണ്ടും വിളിക്ക്. വിവേക് അവർ കാണാതെ സ്റ്റെപ്പിൽ തന്നെ മാറി നിന്ന് അവരെ നോക്കി. കണ്ടു അമ്മേ, ചിരയുടെയൊക്കെ മാറ്റം, പേര് വരെ മാറ്റി തുടങ്ങി. ആദ്യയുടെ ചുമലിൽ ചുമ്മൽ കൊണ്ട് തട്ടി തുളസി കളിയാക്കി പറഞ്ഞപ്പോൾ ആദ്യ അവളുടെ തുടയിലൊന്ന് തല്ലിക്കൊണ്ട് അവളെ കൂർപ്പിച്ച് നോക്കി. തുളസി സന്തോഷം കൊണ്ട് ആദ്യയുടെ കവിളിൽ പിടിച്ച് വലിച്ചു. അപ്പോഴേക്കും വിനോദ് ജോലി കഴിഞ്ഞ് വന്നിരുന്നു. അവന്റെ ബൈക്ക് പുറത്തു വന്നപ്പോൾ തന്നെ തുളസിയോട് സീറ്റ് ഔട്ടിൽ പോയി നിന്നു. വിവേക് താഴേക്ക് വന്ന് സുഭദ്രയുടെ അടുത്ത് സോഫയിൽ വന്നിരുന്നു. അതുവരെ കൂളായിരുന്ന ആദി അവനെ കണ്ടതും എണീക്കാൻ നോക്കി. ആരതി, ഒരു ഗ്ലാസ് വെള്ളം വേണം. ആദ്യം നോക്കി വിവേക് പറഞ്ഞുകൊണ്ട് ടി വിയിലേക്ക് നട്ടു. ആദ്യം തലയാട്ടിക്കൊണ്ട് ഡൈനിങ് ടേബിളിന്റെ അടുത്തേക്ക് പോയി. വിനോദ് കയറി വന്നപ്പോൾ പതിവില്ലാത്ത സുഭദ്രയുടെ അടുത്തിരിക്കുന്ന വിവേകിനെ കണ്ട് അതിശയത്തോടെ നോക്കി. തുളസി, എന്താ നിന്റെ തീരുമാനം? ഇവിടെ എങ്ങനെ നിൽക്കാനാണോ? വിനോദ് വന്നപാടെ തുളസിയെ പിടിച്ച് നിർത്തി ചോദിച്ചു. വിവേകിന് വെള്ളം കൊടുത്തിട്ട് ആദ്യം വിനോദിനെ നോക്കി. എന്താ കണ്ണട്ടാ? തുളസി മനസ്സിലാക്കാതെ അവനെ നോക്കി ചോദിച്ചു. വിവാഹം കഴിഞ്ഞിട്ട് ദിവസം കുറേയായി, നീ ഇതൊരു ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തു. കൈകിട്ടി വിനോദ് ഗൗരവത്തിൽ ചോദിച്ചപ്പോൾ തുളസി തെറ്റ് ചെയ്ത കുട്ടികളെ പോലെ തയ്യാറായി നിന്നു. സുഭദ്രയും അപ്പോഴാണ് തുളസിയുടെ കാര്യം ഓർത്തത്. അത് ശരിയാണല്ലോ, ഞാനും അതിനെപ്പറ്റി ആലോചിച്ചില്ല. സുഭദ്രയും വിവേകിനൊപ്പം ചേർന്നതോടെ തുളസി ചുണ്ട് പിളർത്തി നോക്കി. ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല, നീ അവിടുത്തെ സ്റ്റാഫ് നേഴ്സ് അല്ലേ, നിനക്കൊരു ഉത്തരവാദിത്തമില്ലേ? ഇന്ന് GM എന്നോട് ഓരോന്ന് ചോദിച്ചപ്പോൾ തല കുനിഞ്ഞു പോയി. കല്യാണം കഴിഞ്ഞപ്പോൾ കഴിവുള്ളൊരു കുട്ടിയെ വീട്ടിലിരുത്തിയേക്കുവാണെന്ന്. വിനോദിന്റെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു. വിവേക് ഇതൊന്നും തന്നെ ബാധിക്കുന്നതല്ല എന്ന പോലെ TV-യിലേക്ക് നോക്കിയിരുന്നു. അത് ഞാൻ അടുത്താഴ്ച ജോയിൻ ചെയ്യാൻ ഇരുന്ന കണ്ണട്ട. മിണ്ടരുത് നീ. മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു കടമയും ഉത്തരവാദിത്വം വേണം. നിന്റെ ഒരാളുടെ കുറവ് അവിടെ വരുമ്പോൾ മറ്റൊരു സ്റ്റാഫിനല്ലേ ആ വിടവ് ബാധിക്കുന്നത്? സുരഭി സിസ്റ്ററിന് ലീവ് പോലും കൊടുത്തിട്ടില്ല ഇതുവരെ. ഞാൻ ഇന്ന് പറഞ്ഞിട്ടാ വന്നത്. നാളെ ഞാൻ പോകുമ്പോൾ എൻ്റെ കൂടെ നീയും ഉണ്ടാവും. ഇനി ഒരു എക്സ്ക്യൂസ് വേണ്ട തുളസി. വിനോദ് ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് കയറിപ്പോയി. തുളസി ചുണ്ട് കുറിപ്പിച്ച് അവൻ പോയി വഴിയെ കയറിപ്പോയി. സുഭദ്ര സ്വന്തം റൂമിലേക്കും പോയി. ആദി വിവേക് മാത്രമായിരുന്നു അവിടെ അവശേഷിച്ചത്. അവൻ കുടിച്ചു വെച്ച ഗ്ലാസ് എടുത്തുകൊണ്ട് അവൾ തിരിഞ്ഞതും വിവേക് അവളെ വിളിച്ചു. നിനക്ക് ജോലിയുണ്ടോ? വിവേക് ചോദിച്ചപ്പോൾ അവളില്ലെന്ന് തലയാട്ടി. അവൾക്ക് ജോലിയുണ്ടല്ലോ, പിന്നെ നിനക്കെന്താ ഇല്ലാത്തത്? നീ ഏതുവരെ പഠിച്ചു? ഡിഗ്രി. ആദി പതുക്കെ പറഞ്ഞു. നീ ഇവിടെ വെറുതെ ഇരിക്കണ്ട. നാളെ ഞാൻ അടുത്തുള്ള PSC കോച്ചിങ് സെന്ററിൽ ഒന്ന് അന്വേഷിക്കട്ടെ. പിന്നെ നിനക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും പഠിക്കാം, അതിലൊന്നും ആരും തടയില്ല. CI വിവേകിന്റെ ഭാര്യ വെറും ഒരു ഹൗസ് വൈഫാണെന്ന് പറഞ്ഞ് എനിക്ക് നാണക്കേടാണ്. അതും പറഞ്ഞ് അവൻ എഴുന്നേറ്റ് പോയപ്പോൾ ആദ്യം ഇതെന്ത് മനുഷ്യനെ പോലെ അവൻ നോക്കി നിന്നു. വിനോദിന്റെ കൂടെ പിറ്റേന്ന് തന്നെ തുളസി ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തു. അതിന് അവനോട് വായിക്കിടുകയും ചെയ്തിട്ടാണ് അവൾ പോയത്. വിവേക് ജംഗ്ഷനുള്ള PSC കോച്ചിങ് സെന്ററിൽ ആദിക്ക് അഡ്മിഷൻ ശരിയാക്കി കൊടുത്തു. PG ചെയ്യാൻ അവൻ പറഞ്ഞെങ്കിലും അവൾ പഠിക്കാൻ വയ്യെന്ന് പറഞ്ഞ് ഒഴിവായി. സുഭദ്ര വിവേകിന്റെ അച്ഛന് സുഖമില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന്റെ ജോലി സ്ഥലത്തേക്ക് പോയിരുന്നു. ആദ്യ സുഭദ്ര പോയതോടെ വലിയ വിഷമത്തിലായിരുന്നു. രാവിലെ ആദ്യയെ സഹായിച്ചിട്ടൊക്കെ തുളസി ഹോസ്പിറ്റലിൽ പോകും. 10 മണി മുതൽ 2 മണി വരെയാണ് ആദ്യയുടെ ക്ലാസ് ടൈം. വിവേകിനോട് ഇപ്പോഴും അവൾക്കൊരു അകൽച്ചയുണ്ടായിരുന്നു. അദൃശ്യമായ എന്തോ ഒരു തടസ്സം അവൾക്കിടയിലുള്ളതുപോലെ. സുഭദ്ര എന്നും അവരെ വിളിക്കും. മക്കളെക്കാളും മരുമക്കളെയാണ് അമ്മയ്ക്കിഷ്ടം എന്ന് പറഞ്ഞ് ഫോണിലൂടെ വിനോദ് പരിഭവം പറഞ്ഞു. 6 മാസം കൂടി കഴിഞ്ഞ വിവേകിന്റെ അച്ഛൻ ജോലിയിൽ നിന്നും വിരമിക്കും. ശേഷം നാട്ടിൽ വന്ന് എല്ലാവരോടൊപ്പം കഴിയാനാണ് അദ്ദേഹത്തിന്റെ ഇഷ്ടം. അതിനേക്കാൾ ഒരിക്കൽ ആഗ്രഹിച്ച ആദ്യ തന്നെ മരുമകളായി എത്തിയത് അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. ആദി കൂടുതൽ വിവേകിനോട് അടുക്കാൻ വേണ്ടിയാണ് സുഭദ്രയുടെ മാറി നിൽപ്പെന്ന് ആദിക്കും വിവേകിനും മാത്രം മനസ്സിലായില്ല. ഒരു ദിവസം രാവിലെ ആദി കോച്ചിങ്ങിന് പോകാൻ ഇറങ്ങിയപ്പോഴും വിവേക് സ്റ്റേഷനിലേക്ക് പോയിരുന്നില്ല. അന്ന് മുറിയിൽ നിന്ന് മാറിയതിനു ശേഷം അവൾ ഇതുവരെ മുകളിലേക്ക് പോയിട്ടില്ല എന്നതാണ് സത്യം. തുളസി വെളുപ്പിനെ പോയിരുന്നു. വിനോദ് കുറച്ചു മുമ്പ് പോവുകയും ചെയ്തു. കുറച്ചു നേരം താഴെ നിന്നൊന്ന് അവനെ വെയിറ്റ് ചെയ്തിട്ടും ഇറങ്ങി വരാത്തതിൽ ആദ്യം മുകളിലേക്ക് കയറി. വാതിൽ ചാരിയിട്ടുള്ളൂ. ആദ്യം വാതിൽ കൈകൊണ്ട് തള്ളി തുറന്ന് അകത്ത് കയറി. ബെഡിൽ മൂടിപ്പൊതിച്ച് ചുരണ്ട് കിടക്കുമായിരുന്നു വിവേക്. ആദ്യം പതുക്കെ അവൻ്റെ അടുത്തേക്ക് നടന്നു. അത് എണീക്കുന്നില്ലേ? നേരെ ഒത്തിരിയായി. ആദി പതുങ്ങി ചോദിച്ചിട്ടും അവനൊന്നും മറഞ്ഞിരുന്നില്ല. ആദി പതുക്കെ അവൻ്റെ നെറ്റിയിൽ തൊട്ടു നോക്കി. പൊള്ളുന്ന പനിയായിരുന്നു അവന്. ഈശ്വര, നല്ല പനിയുണ്ടല്ലോ, ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ. അവൻ പ്രത്യേകം പറഞ്ഞിട്ട് പോയത് ശ്രദ്ധിക്കണമെന്ന്. അവൾ തലയിലൊന്ന് തല്ലിക്കൊണ്ട് താഴെ സുഭദ്രയുടെ റൂമിൽ പോയി പാരസെറ്റമോൾ എടുത്തു വന്നു.
ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് കീറിയ കഷ്ണം മുക്കി പിഴിഞ്ഞ് അവൻ്റെ നെറ്റിയിലിട്ട് കൊടുത്തു. നെറ്റിയിലെ തണുപ്പറിഞ്ഞ് വിവേക് കണ്ണുകൾ ചൊളിച്ചു. ഒരുവിധം കണ്ണുകൾ തുറന്നവൻ അവൾ പെട്ടെന്ന് താങ്ങി പിടിച്ച് ബെഡിലിരുത്തി. ഷർട്ടിടാത്ത അവൻ്റെ ശരീരത്തിന്റെ ചൂട് അവൾക്ക് അനുഭവപ്പെട്ടു. ആദ്യം അവന് ഗുളിക കൊടുത്തു. വെള്ളവും വായിൽ മുട്ടിച്ചു കൊടുത്തു. അലമാരയിൽ നിന്ന് ടീഷർട്ട് വലിച്ചെടുത്തു ആദ്യം അവനെ ധരിപ്പിച്ചു കൊടുത്തു. വിവേക് ക്ഷീണം കൊണ്ട് തളർന്നു പോയിരുന്നു. ആദ്യം അവനെ പിടിച്ചു കിടത്തി പുതപ്പിച്ചു കൊടുത്തു. അവൻ നല്ല ഉറക്കമായതുകൊണ്ട് അവൾ അവനുള്ള കഞ്ഞി ഉണ്ടാക്കാൻ പോയി. പൊടിയരി കഞ്ഞി തിളപ്പിച്ച് ചൂടോടും ഉപ്പിട്ട ചമ്മന്തിയും അരച്ച് അവളുടെ റൂമിലേക്ക് കൊണ്ടുപോയി. വിവേകിന്റെ നെറ്റിയിലെ ചൂട് കുറഞ്ഞു വന്ന് തുടങ്ങിയിരുന്നു. എങ്കിലും അവന് കടുത്ത തലവേദന ഉണ്ടായിരുന്നു. അതെ, കഞ്ഞി കുടിച്ചിട്ട് കിടക്കുന്നേ, തണുപ്പ് പോകും. ആദ്യം അവനെ തട്ടി വിളിച്ച് പറഞ്ഞു. വിവേക് കണ്ണ് ചുളിച്ച് അവളെ നോക്കി. നല്ല തലവേദന, അവൻ തലയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ആദ്യം പിടിച്ച് നേരെ ഇരുത്തി കഞ്ഞി കൊടുത്തു. കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ വിവേക് വേണ്ടെന്ന് പറഞ്ഞു. ആദ്യം അവനെ നിർബന്ധിച്ചില്ല. വാഷ്റൂമിൽ പോയി അവരൊരു കപ്പിൽ വെള്ളം കൊണ്ടുവന്ന് അവന്റെ വായൊക്കെ കഴുകി കൊടുത്തു. വിവേക് തലയിൽ അമർത്തി പിടിച്ചിരിക്കുമായിരുന്നു. ആദ്യ കട്ടിലേക്കിരുന്ന് അവന്റെ തലയെടുത്ത് മടിയിലേക്ക് വെച്ചു. വിവേക് അവളെ മിഴിച്ചു നോക്കി. ആദ്യ അവൻ നോക്കിയത് കാര്യമാക്കാതെ ബാമെടുത്ത് നെറ്റിയിൽ തേച്ചു. തൊണ്ടക്കുഴിയിലും നെഞ്ചിലും തേച്ച് പിടിച്ചു. പതുക്കെ നെറ്റിയുടെ ഇരുവശത്തും മസാജ് ചെയ്ത് കൊടുത്തു. അവളുടെ കൈകളുടെ മൃദുലത വിവേക് അറിയുന്നുണ്ടായിരുന്നു. പതുക്കെ വിവേക് ഉറക്കത്തിലേക്ക് വഴുതി വീണു. അതേ ഇരിപ്പിന് ആദ്യം ഉറങ്ങിപ്പോയിരുന്നു. ഉച്ച കഴിഞ്ഞ് ഡ്യൂട്ടി തീർന്നു വന്ന തുളസി ആദ്യം അവിടെ എല്ലാം അന്വേഷിച്ചു നടന്നു. ഒരിക്കലും ഫ്രഷായി ഇറങ്ങിയപ്പോൾ തുറന്നു കിടക്കുന്ന വിവേകിന്റെ റൂമിൽ സംശയത്തോടെ നോക്കി. ഇതെന്താ ഏട്ടൻ വാതിലടിച്ചില്ല റൂമിന്റെ? സ്വയം പറഞ്ഞുകൊണ്ട് റൂമിന് മുന്നിലെത്തിയവൾ അകത്തെ കാഴ്ച കണ്ട് വായും പൊളിച്ചു നിന്നു. അവർ അറിയാതെ അവൾ ആ ചിത്രം മൊബൈൽ പകർത്തി. മഞ്ഞുമല ഉരുക്കി തുടങ്ങി. ഹമ്പട ഉണ്ണിയേട്ടാ, ഒരു പൂച്ച തന്നെ. കണ്ണുമടിച്ച് പാല് കുടിക്കുന്ന ആരും കാണില്ലെന്നാ വിചാരം. നിന്നെ എൻ്റെ കയ്യിൽ കിട്ടുമടി ചേച്ചി. അവരെ നോക്കി സ്വയം പറഞ്ഞുകൊണ്ട് അവൾ ശബ്ദമുണ്ടാക്കാതെ താഴേക്കിറങ്ങി. അവളെടുത്ത ചിത്രം വിനോദിന്റെ ഫോണിലേക്ക് അയക്കാനും മറന്നില്ല. ചായ കുടിക്കുന്ന സമയത്ത് ഫോൺ നോക്കിയ വിനോദ് ആ ഫോട്ടോ കണ്ടപ്പോൾ ചായ അവന്റെ നെറുകയിൽ കയറിയിരുന്നു. ശരീരം വിയർത്ത് തുടങ്ങിയപ്പോൾ വിവേക് പതിയെ കണ്ണുകൾ വലിച്ചു തുറന്നു. തലവേദന ചെറുതായി കുറഞ്ഞു തുടങ്ങിയിരുന്നു. തലയ്ക്ക് തോന്നിയ ഭാരം കാരണം അവനൊന്നുകൂടി ചെരിഞ്ഞു കിടന്നപ്പോഴാണ് വല്ലാത്തൊരു ഗന്ധം അവന്റെ നാസികയിൽ പതിഞ്ഞത്. തലയിണയിൽ കൈവച്ച് പരിധി അവൻ ഞെട്ടി നോക്കി. കാട്ടിലെ ഹെഡ്രസിൽ തലചായ്ച്ച് നിഷ്കളങ്കമായി ഉറങ്ങുന്ന ആദ്യം അവൻ നോക്കിയിരുന്നു പോയി. കഴിഞ്ഞുപോയ ഓരോ നിമിഷങ്ങളും അവന്റെ മനസ്സിലേക്ക് കടന്നു വന്നു. ഇന്നുവരെ അറിയാത്ത മറ്റൊരു അനുഭൂതിയായിരുന്നു അവന്. വിവേകം മാറാൻ ശ്രമിച്ചിട്ടും അവന്റെ മനസ്സ് അവളിൽ നിന്ന് അടർന്നു മാറാൻ ആഗ്രഹിച്ചില്ല. ഉണർന്നിട്ടും അവൻ ഒന്നുകൂടി അവളുടെ മടിയിൽ തലചായ്ച്ച് കിടന്നു. ഹൃദയം വേഗത്തിൽ മിടിക്കുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു. ചുണ്ടുകൾ പുഞ്ചിരിയാൽ വിടർന്നു. ഒരു തലയിണക്കും നൽകാനാവാത്ത മൃദുലായിരുന്നു അവളുടെ മടിത്തട്ട്. അടർന്നു മാറാനാകാതെ കഴിഞ്ഞു പോകുന്ന ഓരോ നിമിഷവും വേഗത്തിൽ കൊഴിഞ്ഞു പോകാതെ എന്നൊരു ചിന്ത ഉള്ളിൽ മുളപൊട്ടി. പക്ഷെ അപ്പോഴേക്കും ചുമ വില്ലനായി അവന്റെ അനുഭൂതി നഷ്ടപ്പെടുത്തി. അവന്റെ ഉച്ചത്തിലുള്ള ചുമയിൽ ആദ്യം ഞെട്ടി കണ്ണു തുറന്നു. വാപുത്തി ചുമക്കുന്നവന്റെ നെഞ്ചിൽ അവൾ തടവി വിട്ടു. ഞാൻ വെള്ളം എടുത്തിട്ട് വരാം. അവനെ ബെഡിൽ നേരെ കിടത്തി അവൾ കെറ്റിൽ വേഗം വെള്ളം ചൂടാക്കി ചൂടോട് അവനെ കൊടുത്തു. വിവേക് ആശ്വാസത്തോടെ ബെഡിൽ ചാരിയിരുന്നു. ശരീരം നന്നായി വിയർക്കുന്നുണ്ടല്ലോ, ബനിയെ മാറ്റിയിട്ട് കിടക്ക്, ഞാൻ താഴേക്ക് പോവുക. അവന്റെ നെറ്റിയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞിട്ട് അവൾ തിരിഞ്ഞതും വിവേക് അവളുടെ കയ്യിൽ പിടിച്ചു. അവനടുത്തായിരുന്നു. ആദ്യം പകച്ചു അവനെ നോക്കി. താൻ ഇവിടെ കുറച്ചു നേരം കൂടി ഇരിക്കാവോ? ആദ്യം അവനെ നോക്കി കാണുമായിരുന്നു. യാചന പോലെയായിരുന്നു അവന്റെ സ്വരം. അത് ഞാൻ പോണില്ല. ആദ്യം ചെറുചിരിയോടെ പറഞ്ഞു. ഞാൻ നേരത്തെ കിടന്ന പോലെ കിടന്നോട്ടെ. അവളുടെ മടിത്തട്ടിൽ നോക്കിക്കൊണ്ട് വിവേക് പറഞ്ഞപ്പോൾ ആദ്യം അവനെ നോക്കിയിരുന്നു പോയി. പറ്റില്ലെങ്കിൽ വേണ്ട, ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. അവളുടെ മുഖഭാവം കണ്ടപ്പോൾ പറയേണ്ടിയിരുന്നില്ല എന്നവന് തോന്നിപ്പോയി. ആദ്യം ബെഡിലേക്ക് കയറിയിരുന്നു. അവനെ നോക്കി പുഞ്ചിരിച്ചു. വിവേക് നീങ്ങി അവളുടെ മടിയിലേക്ക് തലചായ്ച്ച് കിടന്നു. അമ്മയുടെ ചൂടാഗ്രഹിക്കുന്ന ആ മടിത്തട്ടിൽ ഉറങ്ങുന്ന കൊച്ചു കുഞ്ഞായി മാറുകയായിരുന്നു അവൻ. ആദ്യം അവന്റെ തലമുടിക്കിടയിലൂടെ വിരകൾ കൊണ്ട് തഴുകി. പതിയെ കണ്ണുകൾ അടഞ്ഞു തുടങ്ങിയപ്പോൾ വിവേക് തിരിഞ്ഞ് അവളുടെ വയറിനെ അഭിമുഖമായി കിടന്നു. സാരിയുടെ വിടവിലൂടെ അവന്റെ ചുടുനിശ്വാസം അവളുടെ ഉദരത്തിൽ പതിഞ്ഞതും ആദ്യ വിറയിലൂടെ അവനെ നോക്കി. അവൻ മെല്ലെ ഉറക്കം പിടിച്ചിരുന്നു. അവന്റെ നിശ്വാസം പതിഞ്ഞപ്പോൾ തന്നിലുണ്ടാകുന്ന മാറ്റത്തെ ആദ്യ അത്ഭുതത്തോടെ നോക്കി. വയർ ഉള്ളിലേക്ക് ചുടിച്ചുകൊണ്ട് അവൾ വിറയലോടെ അവനെ നോക്കി. ഇതുവരെയും ഒരു പുരുഷന്റെ സാമീപ്യം പോലും ഏൽക്കാത്തത്, അല്ലെങ്കിൽ പതിയാത്ത അവളുടെ മേനിയിൽ അവന്റെ നിശ്വാസം മാറ്റങ്ങൾ തീർത്തു തുടങ്ങി. അവൻ ഉറങ്ങിയതും ആദ്യം അവനെ ബെഡിലേക്ക് ഇറക്കി.
കിടത്തി വേഗത്തിൽ എണീറ്റു. അവന് നന്നായി മൂടി പുതപ്പിച്ച് കൊടുത്തവൾ വാതിലടിച്ച് താഴേക്ക് ഇറങ്ങി. ചായ തിളപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന തുളസിയെ കണ്ട് ആദ്യ തലയിൽ കൈവച്ച് അവളുടെ അടുത്തേക്ക് വന്നു. നീ എപ്പോൾ എത്തി മോളെ? തുളസി തിരിഞ്ഞ് അവളുടെ ഫോൺ എടുത്ത് സമയം കാണിച്ചു കൊടുത്തു. സമയം കണ്ട് ആദ്യയുടെ കണ്ണ് തള്ളി. 5 മണിയോ? ഇതെപ്പോ? ഇന്നു മുതലാ എൻ്റെ ചേച്ചിപ്പിണിന് സമയം മറന്നു തുടങ്ങിയത്. ഞാൻ ഉച്ചയ്ക്ക് വന്നതാ. വന്നപ്പല്ലേ കെട്ടിയോളും കൂടി റൊമാൻസ്. തുളസി ചുണ്ടുകൾ കടിച്ചു പിടിച്ച് ചിരിയോടെ പറഞ്ഞപ്പോൾ ആദ്യം അവളെ ചമ്മി നോക്കി. അല്ല മോളെ, അതേട്ടന് പനിയായിരുന്നു. അതാ നീ ക്ലാസ്സിന് പോലും പോവാഞ്ഞ്. പൊള്ളുന്ന പനിയായിരുന്നു. ഇന്നലെ ഏട്ടന് കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ, പെട്ടെന്ന് എന്ത് പറ്റി? തുളസി പരിഭ്രമത്തോട് ചോദിച്ചു. അതെ എനിക്കും അറിയാതെ. രാവിലെ താഴേക്ക് കാണാതായപ്പോൾ ഞാൻ മുകളിലേക്ക് പോയി നോക്കിയപ്പോൾ പനി പിടിച്ച് തളർന്ന് കിടപ്പായിരുന്നു. കുറവില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ചേച്ചി. ഞാൻ ഗുളിക കൊടുത്തു മോളെ, ഇപ്പോൾ കുറവുണ്ട്. കൂടുവാണെങ്കിൽ കൊണ്ടുപോകാം. ചേച്ചി ചായ കൊണ്ട് കൊടുക്ക്, ചൂടോടെ കുടിക്കട്ടെ. ചായ കപ്പിൽ പകർത്തിക്കൊണ്ട് തുളസി പറഞ്ഞു. ഇപ്പോൾ വീണ്ടും ഉറങ്ങി, ഫ്ലാസ്കിലിരിക്കട്ടെ, ഉണരുമ്പോൾ കൊടുക്കാം. ആദ്യം അകം അടിച്ചു വാരൻ ചൂൽ കയ്യിലെടുത്തപ്പോൾ തുളസി അവളെ തടഞ്ഞു. ആദ്യ സംശയത്തോടെ അവളെ നോക്കി. ചേച്ചി, ഞാനൊരു കാര്യം ചോദിച്ച സത്യം പറയോ? തുളസി ആദ്യയുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. എന്താ നീ പറയ്. ചേച്ചി, വിഷ്ണുവിനെ ഇപ്പോഴും ചേച്ചിയുടെ മനസ്സിലുണ്ടോ? ആദ്യ ചൂലിൽ മുറുക്കി പിടിച്ചു. ഞാനൊരു സത്യം പറയട്ടെ ചേച്ചി. ഉണ്ണീട്ടിൻ്റെ മുറിവേറ്റ ഹൃദയത്തിൽ എവിടെയും ചേച്ചി എന്നെ മരുന്ന് പ്രണയം പുരട്ടി തുടങ്ങി. ചേച്ചി തിരിച്ചറിയാതെ പോയതാണോ എന്നെനിക്കറിയില്ല. ആദ്യം നമ്മൾ കണ്ട ഉണ്ണിയേട്ടനെയല്ല ഇപ്പോൾ. ഏട്ടൻ ചേച്ചിയെ സ്നേഹിച്ചു തുടങ്ങിയാൽ ചേച്ചി ഒരിക്കലും ആ പാവത്തിനെ തള്ളിക്കളയരുത്. ഉപേക്ഷിച്ച് പോയവരെ ഓർത്ത് സ്നേഹം തരുന്നവരെ അവഗണിക്കരുത്. എൻ്റെ ചേച്ചിക്ക് ഇനിയും നല്ലൊരു ജീവിതം മുന്നോട്ട് കിടപ്പുണ്ട്. ചേച്ചിയുടെ ജീവിതത്തിലെ വിളിച്ച മകൻ കൈത്താങ്ങാവാൻ ഏത് പ്രതിസന്ധിയിലും കൈവിടാതെ ഉണ്ണിയേട്ടന് കൂടെ ഉണ്ടാവും. കണ്ടതും അറിഞ്ഞുമല്ല ആ മനുഷ്യൻ ഉള്ളിൽ ഒലിപ്പിച്ചു വെച്ച പ്രണയം മുഴുവൻ ചേച്ചിക്ക് പകർന്നു തന്നാൽ ഇന്ന് വരെ ചേച്ചി അറിയാത്തൊരു ജീവിതമായിരിക്കും അതെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആദ്യയുടെ കവിളിൽ ഉമ്മ വെച്ചുകൊണ്ട് തുളസി പറഞ്ഞ് അവസാനിപ്പിച്ചു. അവളുടെ ഓരോ വാക്കുകളുടെയും അർത്ഥം ചികഞ്ഞെടുക്കുമായിരുന്നു ആദി. ഒരിക്കൽ മുറിവേറ്റ ഹൃദയത്തിൻ്റെ മുറിവണങ്ങുന്ന മുമ്പേ ഒന്നുകൂടി വയ്യ, സമയമാകട്ടെ. പക്ഷെ ഇനി ഒരിക്കലും വിവേകിൻ്റെ ജീവിതത്തിൽ നിന്ന് ആരതി ഇറങ്ങിപ്പോകില്ല. മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ആദ്യം അവളുടെ ജോലിയിലേക്ക് തിരിഞ്ഞു. ചൂടുവെള്ളത്തിൽ ചേർത്ത് മുഖ്യ ആദി വിവേകിൻ്റെ മേൽ തുടച്ചു കൊടുത്തു. പരസ്പരം ഇടപഴകുന്ന ഓരോ നിമിഷവും ഇരുവരുടെയും കണ്ണുകൾ പരസ്പരം ഇടയുന്നുണ്ടായിരുന്നു. തൻ്റെ ഓരോ ആവശ്യങ്ങളും താൻ പറയാതെ ചെയ്യുന്ന ആദ്യം അവൻ അത്ഭുതത്തോടെ നോക്കി. ഇതുവരെയും ഇങ്ങനെ ഒരു പനിക്കാലം തനിക്ക് ഉണ്ടായിട്ടില്ലെന്ന് അവൻ ചിരിയോടെ ഓർത്തു. തനിയെ ചിരിക്കുന്ന വിവേകിനെ ആദ്യ സംശയത്തോടെ നോക്കി. എന്താ ചിരിക്കുന്നത്? ആദ്യം ചോദിച്ചപ്പോൾ വിവേക് അവളെ നോക്കി. എത്ര പെട്ടെന്നാണ് ഞാനൊരു കൊച്ചു കുട്ടിയായത് എന്നോർത്തതാ. ഭയ്യാഞ്ഞിട്ടല്ലേ, സാരില്ല, നാളെ വലിയ കുട്ടിയാവും. ആദ്യ കുറുമ്പോടെ പറഞ്ഞപ്പോൾ വിവേക് കൈകെട്ടി അവളെ നോക്കി. അവൾ തിരിഞ്ഞ് വാഷ്റൂമിൽ കയറിയപ്പോൾ അവൻ്റെ അതരങ്ങൾ മനോഹരമായി അവൾക്കായി പുഞ്ചിരിച്ചു.